സംസ്ഥാനത്തെ പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിലെ വിവിധ ഓഫീസുകളിൽ വൻ അഴിമതിയും ക്രമക്കേടുമെന്ന് കണ്ടെത്തൽ. വിജിലൻസിന്റെ ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡിൽ ഭിന്നശേഷി സംവരണ നിയമനങ്ങൾക്ക് കൈക്കൂലി വാങ്ങിയെന്ന് കണ്ടെത്തി. തസ്തിക നിലനിർത്താൻ അഡ്മിഷൻ ക്രമക്കേടും നടത്തി. വിരമിച്ച ഉദ്യോഗസ്ഥരാണ് ഇടനിലക്കാർ. വിജിലൻസ് ഡയറക്ടർ മനോജ് ഇബ്രാഹിമിന്റെ നിർദ്ദേശത്തെ തുടർന്നാണ് ഇന്നലെ മിന്നൽ പരിശോധനയുണ്ടായത്. മനീഷ് മഹിവാൽ തിരുവനന്തപുരത്ത് അപ്ഡേറ്റ് ചെയ്യും ഈ വാർത്ത. മനീഷ്, ഷോക്കിംഗ് ആയിട്ടുള്ളൊരു വാർത്തയാണല്ലോ ഇത്. വിവരങ്ങൾ. അതെ SK, വളരെ ഞെട്ടിക്കുന്ന വാർത്തയാണ്. ഇന്നലെ രാവിലെ 10:30 മുതൽ വൈകിട്ട് 4 വരെയാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിലെ വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, DE ഓഫീസ്, ഒപ്പം തന്നെ റീജിയണൽ വിദ്യാഭ്യാസ ഓഫീസ് അടക്കമുള്ള സ്ഥലങ്ങളിൽ 55 ഓഫീസുകളിൽ ഇന്നലെ പരിശോധന നടത്തി. അതിൽ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് കണ്ടെത്തിയിട്ടുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇതിൽ എയ്ഡഡ് സ്കൂളുകളിലൊക്കെ തന്നെ വിരമിച്ച അധ്യാപകരാണ് പലയിടങ്ങളിലും ഇടനിലക്കാരായി നിന്നുകൊണ്ട് ഈ ഉദ്യോഗാർത്ഥികളിൽ നിന്നും പണം കൈക്കൂലിയായി വാങ്ങി അവിടെ അധ്യാപക തസ്തികയിലേക്ക് വേണ്ടിയിട്ട് നിയമനങ്ങൾക്ക് വേണ്ടിയിട്ട് ഉദ്യോഗസ്ഥരുമായി ചേർന്നുകൊണ്ട് അഴിമതി നടത്തുന്നതെന്ന് ഞെട്ടിക്കുന്ന വിവരം കണ്ടെത്തിയിട്ടുണ്ട്. പ്രധാനമായും തിരുവനന്തപുരം, ആലപ്പുഴ, കണ്ണൂർ, മലപ്പുറം ജില്ലകളിലാണ് പ്രധാനമായും ഇത്തരത്തിലുള്ള അഴിമതിയും ക്രമക്കേട് കണ്ടെത്തിയിട്ടുള്ളത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, 27 ഒരു സ്കൂളിൽ, കണ്ണൂരിലെ ഒരു സ്കൂളിൽ കണ്ടെത്തിയത് 28 വിദ്യാർത്ഥികൾ അവിടെ ക്ലാസ്സിൽ ഹാജരുണ്ട് എന്ന രീതിയിൽ രജിസ്റ്റർ പരിശോധിച്ചപ്പോൾ മനസ്സിലായി. പക്ഷേ അവിടെ പഠിക്കുന്ന യഥാർത്ഥത്തിൽ 9 വിദ്യാർത്ഥികൾ മാത്രമുള്ളൊരു ക്ലാസ്സിലാണ്. 19 വിദ്യാർത്ഥികൾ ഇല്ലാത്ത, അതായത് 19 വിദ്യാർത്ഥികൾ അധികമായി വ്യാജമായി ഒരു അധ്യാപക തസ്തിക സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ട് 19 വിദ്യാർത്ഥികളെ വ്യാജമായി അവിടെ ഹാജർ നിലവാരം കാണിച്ചിരിക്കുകയാണ്. അങ്ങനത്തിൽ ഗുരുതരമായ ക്രമക്കേടുകളുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടത് ആലപ്പുഴയിൽ നടത്തിയ പരിശോധനയിൽ അവിടെ 3 ക്ലർക്കുകളുടെ, സീനിയർ ക്ലർക്കിൻ്റെ ഗൂഗിൾ പേ അക്കൗണ്ടിൽ വലിയ രീതിയിൽ ഈ അഴിമതിയായി പണം ഗൂഗിൾ പേ വഴി വാങ്ങുന്നത് കണ്ടെത്തിയിട്ടുണ്ട്. അവിടെ ഭിന്നശേഷി സംവരണം പാലിക്കാതെ 11 അധ്യാപകരെ അനധികൃതമായി നിയമിക്കുന്നത് കണ്ടെത്തിയത് തിരുവനന്തപുരം ജില്ലയിലാണ്. അങ്ങനെ ഈ എയ്ഡഡ് മേഖലയിൽ വ്യാപകമായ ക്രമക്കേട് നടക്കുന്നത് കണ്ടെത്തിയിട്ടുള്ള മറ്റൊരു ജില്ല മലപ്പുറമാണ്. മലപ്പുറത്താണ് ഈ അധ്യാപക തസ്തിക നിലനിർത്താൻ വേണ്ടിയിട്ട് കണ്ണൂർ മോഡലിൽ തന്നെ, കണ്ണൂരിലെ പോലെ തന്നെ ഈ മലപ്പുറത്തും അധികമായി അധ്യാപകരെ ഈ രീതിയിൽ നിയമിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഈ 55 ഓഫീസുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് 26 ഓഫീസുകളിലും ക്രമക്കേട് കണ്ടെത്തി എന്നുള്ളതാണ്. അതാണ് ഏറ്റവും ഞെട്ടിക്കുന്ന കാര്യം. ഇതിനെ സംബന്ധിച്ച് നേരത്തെ തന്നെ ഇത്തരത്തിൽ വലിയ അഴിമതികൾ നടക്കുന്നു. ഫയലുകൾ മനഃപൂർവ്വമായി വെച്ച് താമസിപ്പിക്കുന്നു. അതായത് ഈ അധ്യാപകർ, വിരമിച്ച അധ്യാപകർക്ക് അടക്കം സർവീസ് ആനുകൂല്യങ്ങൾ ലഭ്യമാക്കേണ്ടതുണ്ട്. പക്ഷേ ഈ സർവീസ് ആനുകൂല്യങ്ങൾ ലഭ്യമാക്കുന്നതിന് വേണ്ടിയിട്ട് മനഃപൂർവ്വമായി ഫയലുകൾ വെച്ച് താമസിപ്പിക്കുക. അങ്ങനെ മനഃപൂർവ്വമായ ഫയലുകൾ വെച്ച് താമസിപ്പിക്കുമ്പോൾ ഈ വിരമിച്ച അധ്യാപകർ ഇവിടെ എത്തി ഇത് വേണമെന്ന് ആവശ്യപ്പെടുമ്പോൾ കൈക്കൂലി ചോദിക്കുന്നു. അത്തരത്തിലുള്ള രീതികളാണ് നിലവിൽ നടക്കുന്നത്. അങ്ങനെ തസ്തിക നിലനിർത്താൻ വേണ്ടി അഡ്മിഷൻ ക്രമക്കേട് നടക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ടത്, ഈ വിരമിച്ച അധ്യാപകരടക്കം ഇതിൽ ഇടനിലക്കാരാകുമ്പോൾ ഉദ്യോഗസ്ഥർക്കെതിരെ വകുപ്പ് തല നടപടി ഉണ്ടാകും. വിരമിച്ച ഉദ്യോഗസ്ഥർക്കെതിരെ കൂടി നടപടി എടുക്കാൻ, അവരുടെ വിരമിക്കൽ ആനുകൂല്യം, പെൻഷൻ അടക്കമുള്ള ആനുകൂല്യങ്ങൾ പിടിച്ചു വെച്ചുള്ള നടപടികളിലേക്ക് കൂടി നീങ്ങും. എന്താണെങ്കിലും പൊതുവിദ്യാഭ്യാസ വകുപ്പിനോട് ഇത്തരം വിവരങ്ങൾ നിലവിൽ വിജിലൻസ് കൈമാറിയിട്ടുണ്ട്. ഈ ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് വരുന്ന ദിവസവും തുടരും. ഈ പൊതുജനങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ വിജിലൻസ് ഡയറക്ടർക്ക് ഇത് സംബന്ധിച്ച് പരാതി ഇമെയിൽ മുഖേനയും വാട്സപ്പ് മുഖേനയും നൽകാമെന്നും അറിയിക്കുന്നുണ്ട്. SK. ഓക്കെ, മനീഷ് മഹിവാലാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും ഏത് കേന്ദ്രത്തിലേക്കും അഴിമതിയുടെ കരങ്ങൾ കടന്നു കയറും എന്നുള്ളതിന്റെ ഏറ്റവും സുധാകരണമാണ് ഈ റെയ്ഡിന് ശേഷം വന്ന വിവരങ്ങൾ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.